ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. 4-ാം അധ്യായത്തിൽ നാം പ്രധാനമായും കണ്ടത് മക്കളും അവകാശികളും എന്ന ആ വിഷയമാണ്. ന്യായപ്രമാണത്തിന് അടിമകളായിരുന്നവരെ ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ മക്കളും അവകാശികളും ആക്കി തീർത്തു. അപ്പം ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ ആ കൂട്ടവകാശികളും എന്ന ആ പദവിയിലേക്ക് ദൈവം നമ്മളെ ആക്കി തീർത്തു. ആ അവകാശം ഉറപ്പിക്കുന്നതിനായി സ്വപുത്രന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് നമ്മെ മുദ്രയിട്ടു. ഇതാണ് നമ്മൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചത്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്നു, നിങ്ങളും ഒരു കാലത്ത് അടിമകളായിരുന്നു. ആർക്കായിരുന്നു അവർ അടിമയായിരുന്ന? ന്യായപ്രമാണത്തിനല്ല അടിമകളായിരുന്നു. അവര് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായിരുന്നു. എന്നാൽ ഇപ്പോഴ് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ അടിമത്തത്തിലായിരുന്നവർ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലായി, നിങ്ങൾക്ക് സ്വതന്ത്രരായി, നിങ്ങളെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ പിന്നെ വേറൊരു കാര്യങ്ങളിലേക്ക് അല്ലെ ഒരു ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് വീണ്ടും പോകുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും പുതിയതായി അടിമപ്പെടുവാന്, പണ്ട് അടിമകളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരായി, വീണ്ടും നിങ്ങൾ പിന്നെയും ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എന്തേ എന്ന് ചോദിക്കുന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. 12-13 വാക്യങ്ങളിൽ നാം കണ്ടത് വളരെ കഷ്ടങ്ങളിലൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിൽ സഞ്ചരിച്ച് അവിടെ സുവിശേഷം അറിയിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. അവിടുത്തെ പ്രദേശങ്ങളും അവിടുത്തെ കാലാവസ്ഥയും ആ ഉയർന്നും താഴുമുള്ള പ്രദേശങ്ങളായിരുന്നത് കൊണ്ട് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ഏകദേശമൊക്കെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് റോഡുകൾ അങ്ങനെയുള്ള ശരിയായ ഗതാഗത മാർഗങ്ങളും ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവസ്ഥയിലാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ സുവിശേഷം അറിയിച്ചത്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാന് അവിടെ താമസിച്ചപ്പോൾ അല്ലെ നിങ്ങളുടെ കൂടെ പാർത്തപ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് പാർത്തത്. നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമുക്ക് ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 4:14. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. അപ്പം എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ, ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ പൗലോസിന് ശരീരത്തിൽ ബലഹീനത ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. പല കാരണങ്ങൾ നമ്മൾ അതിനകത്ത് കണ്ടു. നമുക്ക് ശരിക്കും ശരിയായ കാരണം എന്താണെന്ന് അറിയില്ല. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ലുസ്ത്രയിലെ പൗലോസിനെ കല്ലേറ് കൊണ്ടു മരണത്തെ പോലും അഭിമുഖമായി മരിച്ചു എന്ന് നിശ്ചയിച്ച അവസ്ഥയിലായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കണ്ടു. പിന്നെ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ജഡത്തിലെ ഒരു ശൂലം ഉണ്ടായിരുന്നു, കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പലരും പറയുന്ന മലേറിയ ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പം പല കാരണങ്ങളുണ്ട്, എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ടില്ല. അപ്പം പൗലോസ് പറയുകയാണ്, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും ശരീര സംബന്ധമായ അസുഖങ്ങളായിരിക്കാം. കാരണം മറ്റുള്ളവർ കാണുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കേണ്ട അവസ്ഥയായ എന്തെങ്കിലും ഒരവസ്ഥയിലായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മള് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു, പൗലോസ് കൂടാരപ്പണി ചെയ്താണ് അവിടെ എല്ലാം ശുശ്രൂഷിച്ചിരുന്ന പോയ സ്ഥലങ്ങളിലൊക്കെ പണി ചെയ്ത് ശുശ്രൂഷിച്ചു. കഴമ്പിച്ച കൈകളായിരുന്നായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, പൗലോസിനെ കുറിച്ച് പറയുന്ന ശരീര സംബന്ധമായി ബലഹീനം അല്ലേ, ശരീരസന്നിധിയോ ബലഹീനം അത്രയെന്നൊക്കെ പറയുന്നു. അപ്പൊ ഒരു
എന്താ പറയുന്നത്, കാഴ്ചയ്ക്ക് കൊള്ളാവുന്നതായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കാം. പക്ഷെ നമുക്കൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്നും എടുക്കണ്ട. ശരീര സംബന്ധമായ എന്തോ പ്രശ്നമുണ്ടായിരുന്നു, അത് മാരകമായിരുന്നു, അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലായിരുന്നു, മറ്റുള്ളവരാൽ ശുശ്രൂഷ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും പരിചരിക്കേണ്ട അവസ്ഥയാകാം, ഉള്ള അവസ്ഥയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു നിന്ദയോ വെറുപ്പോ കാണിക്കാതെ. അപ്പം നിന്ദയും വെറുപ്പും ഉണ്ടാകേണ്ട അവസ്ഥകളൊക്കെ പൗലോസ് അപ്പോളിന്റെ ജീവിതത്തിൽ അവിടെ താമസിച്ചപ്പോൾ ഉണ്ടാകാമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചില കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പം പറയാറില്ലേ, ദൈവത്തിന്റെ ശിക്ഷയാണെന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയൊക്കെ ചിലപ്പോ ആയിരിക്കാം. ഇതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്നാലും ഗലാത്യയിലെ വിശ്വാസികള് പൗലോസ് അപ്പോസ്തലനെ നിന്ദയോ വെറുപ്പോ ഒന്നും കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനെ അല്ലെ ക്രിസ്തുവേശുവിനെ പോലെ കൈക്കൊണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഒരു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ദൈവദൂതനെ കൈക്കൊള്ളുന്നത് പോലെ അവരെ വളരെ സ്നേഹത്തോടും ആദരവോടും ഹൃദയവിശാലതയോടൊക്കെ കൂടെ പൗലോസ് അപ്പോസ്തലനെ കൈക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മള് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറയുന്നു. മത്തായി 10:40 ഞാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ വായിക്കാം. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ ആ കർത്താവിന്റെ വചനം തന്നെ ആ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച അല്ലെങ്കിൽ താൻ പിന്തുടർന്ന കർത്താവിന്റെ മാതൃക തന്നെ ഒരു കാലത്ത് അവര് പിന്തുടർന്നവരായിരുന്നു. ഗലാത്യയിലെ ആദ്യത്തെ സുവിശേഷം കേട്ട് ദൈവത്തിങ്കിലേക്ക് വന്ന് അവരുടെ സന്തോഷമൊക്കെ നമുക്ക് പിന്നെ വായിക്കാം. അപ്പൊ ആ ഒരു സന്തോഷമായിരുന്നു പൗലോസ് അപ്പോസ്തലനെ ഒക്കെ ഒരു ക്രിസ്തുവേശുവിനെ കാണുന്നത് പോലെ അവർ കൈക്കൊണ്ടു, സ്നേഹത്തോടും ഹൃദയവിശാലതയോടൊക്കെ കൈക്കൊണ്ടവരാണ് ഇപ്പോൾ പൗലോസ് പറയാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13:20 ഒന്ന് വായിക്കാം. ഞാൻ വായിച്ചു വിടാം, എടുക്കണമെന്ന് കാര്യമില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ വചനം പൗലോസ് അപ്പോസ്തലൻ എന്തവരെ പഠിപ്പിച്ചുവോ അതുപോലെ തന്നെ അവര് ഏറ്റ് അതിനെ കൈക്കൊള്ളുകയും പൗലോസ് അപ്പോസ്തലനെയൊക്കെ ആ രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരവസ്ഥയായിരുന്നു അവരുടേത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ വ്യാപരിക്കണമെന്ന്. അപ്പം നമ്മളൊക്കെ കേട്ട് ഒരു സൈഡിൽ കൂടെ ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുന്നവരാ അല്ലെ. പക്ഷേ ഇവിടെ ഗലാത്യയിലെ ആൾക്കാര് ആ പറഞ്ഞ വചനം തന്നെ അതുപോലെ അവരിൽ നിന്ന് വ്യാപരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ആ തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക 2:13. നമ്മൾ വേറെ ചില സന്ദർഭങ്ങളിലൊക്കെ വായിക്കുന്ന വചനമാണെങ്കിൽ തന്നെയും നമുക്ക് ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് കേൾക്കും, വിശ്വസിക്കും, എന്തോ ചെയ്യണം, നമ്മളിലത് വ്യാപരിക്കുക കൂടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കണം. അപ്പൊ ഗലാത്യയിലെ ആൾക്കാരെന്നായിരുന്നു, അവര് കേട്ട വചനം അവരുടെ പ്രവൃത്തിയിലും വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഒരു പൗലോസ് പറയാ, ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ കൈക്കൊള്ളുന്നത് പോലെ ഞാൻ ഇങ്ങനെ നിന്ദയുടെയും അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു. എന്നെ കണ്ടാൽ അങ്ങനെ തന്നെ നിന്ദിക്കാനേ തോന്നത്തുള്ളൂ. പക്ഷെ ചിലപ്പം പറയും കത്തിച്ചു തുപ്പാൻ തോന്നുന്ന അവസ്ഥയിലായിരുന്നായിരിക്കാം. പക്ഷെ എങ്കിലും നിങ്ങൾ നിന്ദയോ വെറുപ്പോ ഒന്നും കാണിക്കാതെ ഒരു ദൈവദൂതനെ പോലെ എന്നെ കൈക്കൊണ്ടു, നിങ്ങൾ കേട്ട വചനം നിങ്ങൾ വ്യാപരിച്ചു എന്ന് അവിടെ പറയുന്നു. നമുക്ക് ഇനി 15-ാമത്തെ വാക്യത്തിലേക്ക്. 15-ാമത്തെ വാക്യം, നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഭാഗ്യപ്രശംസ എന്ന് പറയുന്നത് നമ്മള് വേറെ ട്രാൻസ്ലേഷനൊക്കെ നോക്കിയാല്
നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ? അന്നത്തെ ആ സന്തോഷം, നിങ്ങൾ ആ ദൈവവചനം കേട്ട സമയത്തെ ആ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൈക്കൊണ്ട ആ സന്തോഷം, ആദിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സന്തോഷം, ഇന്നതെന്തേ? നിങ്ങളുടെ പ്രശംസ എവിടെ? ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നില്ലേ? ഇന്നത്തെ നിങ്ങളുടെ അന്നത്തെ നിങ്ങളുടെ ആ ഭാഗ്യ പ്രശംസ എവിടെ? അപ്പൊ അവര് ഈ വചനം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 13:48. അപ്പോസ്തല പ്രവൃത്തി 13:48. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ അവര് ആ രക്ഷയുടെ ആ സന്തോഷം ആനന്ദകരമായി സന്തോഷ പരിപൂർണമായിരുന്ന ഒരവസ്ഥയിലായിരുന്നു അവര്. അപ്പൊ അന്ന് ആ വചനം കേട്ട്, പൗലോസിന്റെ വചനം കേട്ട് ദൈവത്തെ വിശ്വസിച്ചു. ആ തങ്ങളോട് സുവിശേഷം അറിയിച്ചവരെ ഒക്കെ നല്ല ദൈവത്തെ പോലെ, ക്രിസ്തുയേശുവിനെ പോലെ കൈക്കൊണ്ട് അവരോട് സ്നേഹത്തോടൊക്കെ ഇടപെട്. പക്ഷെ വേറെ ഒരാൾക്കാർ ഇപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. അവർ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു. ഇപ്പം പൗലോസിനെ നിന്ദിക്കുന്ന അവസ്ഥയിലായി തീർന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആ അവരോട് ചോദിക്കുക, നിങ്ങളുടെ ആ സന്തോഷം എവിടെ? നിങ്ങൾ അന്ന് നിങ്ങൾ കേട്ട വചനം നിങ്ങൾ വിശ്വസിച്ചു, അത് നിങ്ങൾ വ്യാപരിച്ചുമിരുന്നു. അപ്പോഴാ ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പൗലോസ് പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണ് വേണമെങ്കിലും ചൂഴ്ന്നെടുത്ത് തരുവാൻ നിങ്ങൾ തയ്യാറായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ചിലര് പറയുന്നത് അത് കണ്ണിന്റെ പ്രശ്നമായിരിക്കാമെന്ന് പറയും. നമുക്ക് ഗലാത്യ ലേഖനം 6:11 ഇതിന്റെ ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 6:11. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ കണ്ണിന്റെ പ്രശ്നമാകാമായിരിക്കാം, പക്ഷെ നമുക്കറിയില്ല. ചിലര് പറയുന്നത് ഒരു ഭാഷാ ശൈലി ആണ് ഇങ്ങനെ എഴുതുന്നത് എന്ന്. എനിക്ക് വേണ്ടി എന്തും നിങ്ങൾ ചെയ്തു തരുവാൻ തയ്യാറായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട്. നമ്മള് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മത്തായി സുവിശേഷം, പർവ്വത പ്രസംഗം ഒക്കെ പറഞ്ഞ സമയത്ത് കർത്താവ് അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ വായിക്കാം. മത്തായി സുവിശേഷം 5:29. മത്തായി 5:29. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. കർത്താവ് ലിറ്ററലി പറഞ്ഞില്ല ആ കണ്ണെടുത്ത് കളയാനല്ല പറഞ്ഞത്, അല്ലേ? ആ ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് ആയിരിക്കാം ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പോളിനും കൂടെ ഉള്ളവർക്കും തീമത്യോസും ശിലാസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കും ഒക്കെ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അന്ന് അവര് തയ്യാറായിരുന്നു. ക്രിസ്തുയേശുവിനെ പോലെ അവരെ കൈക്കൊള്ളുവാൻ തയ്യാറായി. പക്ഷെ ഇപ്പോൾ അവര് ആ ദുരുപദേഷ്ടാക്കന്മാർ പറയുന്ന അവരുടെ ആ വശീകരണത്തിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്ന് അവർക്ക് നല്ല സ്നേഹപ്രകടനമായിരുന്നു. അവർക്ക് കണ്ണ് വരെ വേണമെങ്കിലും ചൂഴ്ന്നെടുത്ത് കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു എന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? അപ്പൊ നിങ്ങൾക്ക് എന്താ മാറ്റം വന്നിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് പോകാം. നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അപ്പം പൗലോസ് അപ്പോസ്തലനെയും കൂട്ടരെയും ക്രിസ്തുയേശുവിനെ പോലെ അല്ലെ ഒരു ദൈവദൂതനെ പോലെ സ്വീകരിച്ച അവർ ഇപ്പൊ എന്തോ ചെയ്യുന്നേ? ശത്രുവിനെ പോലെയാണ് കൈക്കൊള്ളുന്നത്. മാറ്റം നോക്കിയേ. ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ അവരോട് സുവിശേഷം അറിയിച്ചവരെ ക്രിസ്തുവിനെ പോലെ കൈക്കൊണ്ടവർ കുറെ നാളുകൾക്ക് ശേഷം ശത്രുവിനെ പോലെ കൈക്കൊള്ളുന്നു. അവരുടെ മാറ്റം, അവരുടെ ആ പണ്ട് അടിമകളായിരുന്നവർ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന് വീണ്ടും വേറൊരു അടിമത്തത്തിലേക്ക് പോയത് കൊണ്ടുള്ള മാറ്റമാണ് അത് വന്നേ. ക്രിസ്തു ഉള്ളിലുള്ളപ്പോൾ ദൈവദൂതനെ പോലെയൊക്കെ കൈക്കൊണ്ടു. അതിന് മാറ്റം വന്നപ്പോൾ അവരുടെ ചിന്താഗതിയിലും അവരുടെ പ്രവൃത്തിയിലും മാറ്റം വന്നു. കാരണം മറ്റൊരു ശക്തിയാണ് ഇപ്പൊ അവരെ നയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പൗലോസ് തന്നെ ഇവിടെ കാര്യം പറയുന്നു. എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഞാൻ ശത്രുവായി പോയോ എന്ന് പറയുന്നത്? എന്താ? നിങ്ങളോട് സത്യം പറയുകൊണ്ട്. അപ്പം സത്യത്തിന് കൂട്ടു നിൽക്കുന്നവർക്ക് എപ്പോഴും എതിരുകൾ ഉണ്ടാകും. അന്നും
ഇന്നും അല്ലേ? അത് പഴയ നിയമകാലത്താണെങ്കിലും അത് പുതിയ നിയമകാലത്താണ് ആണ്. കാരണം അസത്യം വിശ്വസിക്കുന്നതിനാണ് കൂടുതൽ ആൾക്കാര്. അപ്പൊ അവരുടെ ആ മോഹ വലയങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ സത്യത്തെ എതിർക്കുന്ന ഒരവസ്ഥ. അപ്പം പൗലോസപ്പോസ്തലൻ സത്യം പറയുന്നത് കൊണ്ട് പൗലോസപ്പോസ്തലൻ ഇപ്പൊ അവർക്ക് ശത്രു ആയിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് പോകാം. ആമോസിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, എന്നും ആരെങ്കിലും സത്യം പറയുകയോ നീതി ചെയ്യുന്നോ പറയുന്നവരോട് എപ്പോഴും എതിരായിരിക്കും. അത് ഇന്നത്തെയും അന്നത്തെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. ആമോസ് 5:10 വായിച്ചു വിടാം. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. ഈ പ്രവാചകന്മാരെല്ലാം കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയത് അല്ലേ? യിരെമ്യാവിനെയൊക്കെ പൊട്ടക്കിണറ്റിലൊക്കെ ഇട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടാ. എപ്പോഴും അസത്യത്തിനും അന്യധർമ്മത്തിനും അനീതിക്കും വേണ്ടി കൂട്ടു നിൽക്കുന്ന ജനങ്ങളാണ് ലോക ജനങ്ങൾ മുഴുവനും. അതിലൊരു കൂട്ടം മാത്രമേ ഉള്ളൂ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന. യിരെമ്യാവിന്റെ കാലത്ത് യിരെമ്യാവിനെ രക്ഷിച്ച 1-2 പേരൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും ആ അനീതിക്ക് വേണ്ടി കൂട്ടുനിന്നവരാണ്. പഴയ കാലത്തും ഇപ്പോഴത്തും അതൊക്കെയാണ് സംഭവിക്കുന്നത്. പൗലോസപ്പോസ്തല കാലങ്ങളിലും ഇതൊക്കെ തന്നെയാ. പക്ഷെ പൗലോസപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സംഭവങ്ങൾ വരുമെന്നറിയാം. നമുക്കൊന്ന് വായിക്കാം. 2 തീമോഥെയോസ് 3:1 മുതലുള്ള വാക്യങ്ങൾ. 2 തീമോഥെയോസ് 3:1 മുതലുള്ള വാക്യങ്ങൾ. എക്കാലത്തും അതുണ്ട്. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ സത്യവചനം പറയുന്നവർക്ക് നേരെ അനീതിയെ അനുസരിച്ച് നടക്കുന്നവർ, ദൈവത്തിന്റെ നീതി അറിയാതെ നടക്കുന്നവർ, വേറെ നീതി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർ, ഇതിനെല്ലാം എതിര് പറയുന്ന ഒരു സമയമുണ്ട്. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. വായിക്കാം. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും, നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ വായിക്കുന്ന ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളാണിത്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പൊ അന്നും ഇന്നും പൗലോസ് പറയുന്നുണ്ട്, ഹുമനയോസും അലക്സാണ്ടറും ഒക്കെ ആ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അന്നും ഇന്നും സത്യം പറയുന്നതിനേക്കാൾ അസത്യം പറയുന്നവരായിരുന്നു, അല്ലെങ്കിൽ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരായിരുന്നു കൂടുതൽ. പക്ഷെ അവരുടെ മോഹവലയങ്ങളിൽ അകപ്പെട്ട് മറ്റുള്ളവരും അതിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കുന്നത്. കണ്ണരസമാകുമാറുള്ള കാര്യങ്ങൾ കേട്ട്. അപ്പം പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഉപദ്രവം ഉണ്ടാകും. അപ്പൊ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്ന് ഓർക്കുക. 2 തീമോഥെയോസ് 3:12 മുതലുള്ള വാക്യങ്ങൾ. 2 തീമോഥെയോസ് 3:12 മുതൽ. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്കാം. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തീമോഥെയോസ് ഏത് തിരുവെഴുത്താ പഠിച്ചത്? അന്ന് തീമോഥെയോസിന് അവൈലബിൾ ആയിരുന്ന തിരുവെഴുത്ത് ഏതായിരുന്നു? ന്യായപ്രമാണം. പഴയ നിയമം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പഴയ നിയമം കേട്ട പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും ഒക്കെ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ പൗലോസ് തീമോഥെയോസിനോട് പറയാം, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പം ന്യായപ്രമാണത്തിലൂടെ രക്ഷയുണ്ട്. ആ മശിഹയെ കാത്തിരിക്കുന്നത്. അപ്പൊ എവർക്കാർക്കും തീമോഥെയോസിനും പൗലോസിനും ഒന്നും തിരുവെഴുത്തൊന്നും എഴുതി കിട്ടിയിരുന്നില്ല. ഇവരൊക്കെ പഴയ നിയമത്തിലൂടെ ഒരു മശിഹയെ കണ്ടവര് രക്ഷയിലേക്ക് വന്നവരാ അല്ലേ? അപ്പം
എന്നിട്ട് പറയുന്ന എല്ലാ തിരുവഴുത്തും അന്ന് പഴയ നിയമം ഉള്ളായിരുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പം പഴയ നിയമവും നമുക്ക് ആവശ്യമുണ്ട്, പുതിയ നിയമവും നമുക്ക് ആവശ്യമുണ്ട്. പഴയ നിയമവും നമുക്ക് രക്ഷയ്ക്കുളവാക്കും, പുതിയ നിയമവും നമ്മെ രക്ഷയ്ക്കുളവാക്കും. പക്ഷെ നാം എടുക്കുന്ന രീതിയാണ് അത്, അല്ലെ? അപ്പൊ ഓക്കെ, പഴയ നിയമത്തില് സത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സത്യത്തിലേക്ക് വരുവാൻ ആർക്കും മനസ്സായില്ല. പൗലോസ് പറയുന്നു, ഇങ്ങനെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഉപദ്രവം നേരിടും. അവരോട് ചോദിക്കുക, അങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിച്ച ഇത്രത്തോളം ഹൃദയവിശാലതയോടും മനസ്സോടും സ്നേഹത്തോടും കൂടെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടു, പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ ഇപ്പോൾ ശത്രുവായി കാണുന്നത്? ഞാൻ നിങ്ങളോട് സത്യം അറിയിച്ചതിന്. അപ്പൊ സത്യം അറിയിക്കുന്നവർക്ക് എപ്പോഴും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുന്നു. അപ്പം സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് അവർ ചൊവ്വേ നടക്കാൻ വേണ്ടിയാണ്, നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടല്ലോ, സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വേ നടക്കാൻ വേണ്ടി അവരെ സത്യം ഉപദേശിച്ചത് കൊണ്ട് അവരെ ശത്രുവായി തീർന്നു. 17-ാമത്തെ വാക്യം, 17. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുക അത്രേ ചെയ്യുന്നത്. ഞാന് വേറെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സദുദ്ദേശത്തോടെ അല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പം അവരാരാ? ജുഡൈസേഴ്സ്, അല്ലെ? അപ്പൊ ആ ജുഡൈസേഴ്സ് ഇപ്പൊ ആരോടാ താല്പര്യം കാണിക്കുന്നത്? ഗലാത്യരോട് താല്പര്യം കാണിക്കുന്നത്. എന്തിനാണ് താല്പര്യം കാണിക്കുന്നത്? അവരോട് നിങ്ങളും താല്പര്യം കാണിക്കേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടതിനാണ് അവര് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ. എന്തുവാണ് പ്രശ്നം അവിടെ? ക്രിസ്തുവിന്റെ സുവിശേഷം നിന്നും അവരെ അകറ്റുക, അല്ലേ? എന്ന് ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നതാ, അല്ലേ? ദൈവത്തിങ്കലേക്ക് വരുന്നവരെ മാറ്റിക്കളയാൻ വേണ്ടി സാത്താന്റെ തന്ത്രമാണ്, അല്ലേ? ഈ ലോകത്തിന്റെ ദൈവം ആ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷന്റെ പരിജ്ഞാനം വിളങ്ങിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തു? അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പൊ ഇവരും ദൈവത്തിങ്കലേക്ക് വന്ന ഇവരെ അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവരിലേക്ക് താല്പര്യം കാണിക്കുകയും, അതുപോലെ തന്നെ ആ താല്പര്യം കാണിച്ചത് കൊണ്ട് അവർ തിരിച്ചു അവരോട് താല്പര്യം കാണിച്ചു, അവരുടെ മോഹവലയത്തിനകത്ത് ആയി കാണിച്ചു. അപ്പൊ എന്നിട്ട് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, എന്തിനാ അവര് നിങ്ങളോട് താല്പര്യം കാണിക്കുന്നത്? നിങ്ങളെ ഒറ്റപ്പെടുത്താനാണ്, നിങ്ങളെ പുറത്ത് അടച്ചു കളവാനാണ് അവര് താല്പര്യം കാണിക്കുന്നത്. അപ്പൊ സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നല്ലോ, അവര് വെളിച്ചദൂതന്റെ വേഷത്തിൽ അവിടെയും വന്നിട്ട് അവിടെ അവരോട് സ്നേഹമായി കാണിക്കുന്നു. നമ്മൾ പറഞ്ഞ ഇച്ചിരി ബട്ടറൊക്കെ ഇട്ട് അവരോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വലയത്തിൽ വീണുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുന്നു. വ്യാജ സ്നേഹത്താൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, അവരുടെ ഗ്രൂപ്പിലേക്ക് ആക്കി മാറ്റുന്നു. അപ്പൊ ജ്ഞാനവാദികൾ അവരുടെ ഗ്രൂപ്പിലേക്ക്, അല്ല, ന്യായപ്രമാണത്തിന് അടിമകളായിരിക്കുന്ന, ഇപ്പോഴും ആ ന്യായപ്രമാണത്തിന് അടിമകളായിരിക്കുന്ന യഹൂദ മതാനുസാരികൾ ഇവിടേക്ക് വന്നിട്ട് അവരെയും അവരുടെ വലയത്തിലേക്ക് വീണ്ടും ആ ബോണ്ടേജിലേക്ക് ആക്കുവാനായിട്ട് ആക്കുന്നു. അപ്പം നമ്മള് ന്യൂ ജനറേഷൻ ടച്ചിലൊക്കെ കാണുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന വീണ്ടും മറ്റെന്തത്തിന്റെയോ അടിമത്വത്തിലായി പോകുന്ന അവസ്ഥ, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, അവിടുന്ന് തിരിച്ചു മാറുവാൻ അല്ലെങ്കിൽ പുറത്തു വരുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നു. കാരണം അവരുടെ ആദരണങ്ങൾ പിടിച്ചു പറിക്കാൻ വേണ്ടി ഏൽക്കാൻ വേണ്ടി വ്യാജമായ സ്നേഹം അവരോട് കാണിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർക്ക് ആത്മാർത്ഥതയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്ന ഗുണത്തിനായിട്ടല്ല, നിങ്ങളുടെ ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കാം, അവരോട് നിങ്ങളും സ്നേഹം കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ കാലത്തിലും ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. നമുക്ക് റോമാലേഖനത്തിലും കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നുണ്ട് 16-ാം അധ്യായത്തില്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവരോട് അകന്നു നിൽപ്പിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല, സ്വന്തം വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്. കണ്ണരസമാകുമാറ് വാക്കുകൾ പ്രയോഗിച്ച്
അവരുടെ വലയത്തിലാവുന്ന അവസ്ഥ. സാധുക്കളെ വശീകരിച്ച് കളയുന്ന, എന്തും ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയുന്ന, ലോകത്തിലേക്ക് ആനയിക്കുന്ന, എന്താണെങ്കിലും ലോകത്തിലേക്ക് നമ്മളെ, ലോകത്തിലേക്കല്ല, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിടുതലുണ്ട്, നിങ്ങൾക്ക് രോഗശാന്തി കിട്ടും, നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു ഭേദം വരും എന്ന് പറഞ്ഞ് വ്യാമോഹിക്കപ്പെടുന്ന അവസ്ഥ. പക്ഷെ അതിനൊന്നും മാറ്റം വരാനായിട്ട് പോകുന്നില്ല. ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ വീണ്ടും അവര് അടിമത്തത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ വയറ്റിനെ സേവിക്കുക, ക്രിസ്തുവേശുവിനെ അല്ല സേവിക്കുന്നത്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്തത്. പൗലോസ് പറയാം, അങ്ങനെയുള്ളവരെ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് പോകാം, കാരണം വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. 18 അവര് അങ്ങനെയാണ്, പക്ഷെ പൗലോസ് പറയും ഞാൻ അങ്ങനെയല്ല. 4:18 ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. അവർ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോഴാണ് അവർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും, ഞാൻ അടുത്തുള്ളപ്പോഴും, ഞാൻ ദൂരെ ഇരിക്കുമ്പോഴും എൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഞാൻ നിങ്ങളോട് ആ സ്നേഹം എപ്പോഴും കാണിക്കുക. എരിവെന്ന് പറയുന്നത് വാഞ്ച, തീഷ്ണത, സ്നേഹം എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. അന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹം തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ദൂരത്തിരിക്കുമ്പോഴും ഉണ്ട്. അതുകൊണ്ടല്ലേ അവരോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട്, ആ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥ ആയപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ടാ ഇത്ര തീഷ്ണമായ കത്ത് പൗലോസിന് എഴുതേണ്ടി വന്നേ. പക്ഷെ മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല. അവരങ്ങനെയൊന്നും സ്നേഹിക്കുന്നവരാ നമ്മളെ ശകാരിക്കുന്നത്, അല്ലെ? ആ ഒരു ശകാരത്തിന്റെ വാക്കുകൾ ഇവിടെ കൊണ്ടുവന്നതിനും എഴുതാനും കാരണം പൗലോസിന് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ലേഖനം എഴുതുകയാൽ ഞാൻ ഇപ്പോൾ അനുതപിക്കുന്നില്ല. കാരണം ആ തീവ്രമായ ലേഖനം നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? നിങ്ങൾ ദുഃഖിച്ചതിനല്ല, നിങ്ങൾ മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ അത്രേ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത രക്ഷയെ മാനസാന്തരത്തിനായി ഉളവാക്കുന്നു എന്ന് പറയുന്നു. ഇവര് ഒരിക്കൽ മാനസാന്തരപ്പെട്ടവര്, അവര് ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോയപ്പോൾ വീണ്ടും അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇത്ര തീഷ്ണമായ ലെറ്റർ പൗലോസ് എഴുതുകയാണ്. അത് എന്തുകൊണ്ടാണ്? അവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുള്ള സ്നേഹം നിങ്ങൾ അറിയേണ്ടതിന് അത്രയെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ അവർക്ക് ലെറ്ററൊക്കെ എഴുതിയിട്ട് പറയുന്നുണ്ട്. ഇതും അത് തന്നെയാണ്. ആ പൗലോസിന്റെ സ്നേഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. പൗലോസ് പറയാ, അവര് നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളോട് വലിയ സ്നേഹവും ചക്കരവാക്കും ഒക്കെ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ എപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്നു അപ്പോഴൊക്കെയും കാണിച്ച അതേ സ്നേഹം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ലെറ്റർ എഴുതുവാനായിട്ട് കാരണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ആകുവിനെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് റോമലേഖനം 12:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ഉപദ്രവിച്ചവരെയും ഇപ്പോൾ ശത്രുവായി കണ്ടവരെയും താൻ ക്രിസ്തുവിന്റെ ആ സ്നേഹം വെളിപ്പെടുന്ന അവസ്ഥ തന്റെ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന റോമലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ആ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്ന ആ മാതൃക തന്നെയാവട്ടെ നമ്മുടെയും മാതൃക. ഓക്കെ, നമുക്ക് വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. റോമലേഖനം 12:14. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അത് ക്രിസ്തുവിന്റെ മാതൃക, അല്ലേ? സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. നമ്മളെ ഉപദ്രവിക്കുന്നവരെയും ശപിക്കുന്നവരോടും എല്ലാം സ്നേഹം കാണിക്കുകയും എല്ലാവരോടും സമാധാനമായിരിക്കുവാനുമാണ് കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങളും ആ മാതൃക, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ എന്നെ സ്നേഹിച്ചപ്പോഴും എനിക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ എന്നെ ശത്രുവായി കാണുമ്പോഴും എനിക്ക് ആ സ്നേഹം തന്നെ നിങ്ങളോട് ഉണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 19-ാമത്തെ വാക്യം.
നടത്തേണ്ടത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. അപ്പൊ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ മൈ ലിറ്റിൽ ചിൽഡ്രൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ എൻ്റെ സ്പിരിച്വൽ ചിൽഡ്രൻ ആണ്. നമ്മൾ അറിയാൻ പൗലോസ് അപ്പോസ്തലനും അതുപോലെ തന്നെ മൂപ്പനായ നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലനും ഒക്കെ തങ്ങൾ അറിയിച്ച സുവിശേഷ ദൈവത്തിങ്കിലേക്ക് വന്നവരെയെല്ലാം ആത്മീക ചിൽഡ്രൻ ആണ്. അവരെയൊക്കെ എങ്ങനെ സ്പിരിച്വൽ ചിൽഡ്രനെയൊക്കെ വിളിക്കുന്നത് ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്ന. പൗലോസും അവരെ ആ ഒരേ വാക്കോട് കൂടിയാണ് അവരെയും സംബോധന ചെയ്യുന്നത്. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ആത്മീക പിതാവാണ്, നിങ്ങൾ എൻ്റെ ആത്മീക മക്കളാണ്. അപ്പൊ ഇവിടെ പറയുന്നു, പിന്നെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദന സഹിക്കുകയാണ്. ഒരിക്കൽ പ്രസവ വേദന സഹിച്ചതാണ്, ഇപ്പൊ പിന്നെയും പ്രസവ വേദന സഹിക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാ പ്രസവ വേദന സഹിക്കുന്നത്? ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം. ഉരുവാകുക എന്ന് പറഞ്ഞ ക്രിസ്തു നിങ്ങളിൽ ജനിക്കുക, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുക എന്നാണ് അർത്ഥം. അപ്പൊ ആ മോർഫോ എന്ന ഒരു ഗ്രീക്ക് വേർഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഉരുവാകുക, നമ്മള് ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ഒരു റോ മെറ്റീരിയൽ, അത് കല്ലാണേലും മണ്ണാണേലും മരമാണേലും ഒരു റോ മെറ്റീരിയൽ എടുത്ത് ആദ്യം അതിനെ കാണുമ്പോൾ നമുക്ക് ആ ശില്പിയുടെ മനസ്സിൽ ഉണ്ടാകാൻ ഉള്ള രൂപമൊന്നും നമുക്ക് കാണത്തില്ല, വെറും മണ്ണോ കല്ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഓരോ ദിവസവും കഴിയുമ്പോൾ സമയമെടുത്ത് പതിയെ 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 ആ ശില്പിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന രൂപം രൂപപ്പെടുന്നത് പോലെ, ഒരു പ്രതിമ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെ, സൃഷ്ടിക്കപ്പെടുന്നത് പോലെ പൗലോസ് പറയുക, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നുവോളം, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തു വസിക്കുവോളം, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവോളം. നമ്മൾ പറഞ്ഞില്ല, ക്രിസ്തു എന്ന തലയോളം നിങ്ങളായി തീരുവണം, ക്രിസ്തു നിങ്ങളിൽ വളരണം. എൻ്റെ ഉദ്ദേശം അതുവേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുകയാണ്. ഒരു ശില്പം ഉണ്ടാക്കുന്ന ഒരു ശില്പി അത് താൻ ഉദ്ദേശിക്കുന്ന ആ രൂപം ഉണ്ടാകുവാൻ തക്കവണ്ണം അതുവരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വേദനയായിരിക്കും, അത് എങ്ങനെയായിത്തീരുമെന്ന് ഒരേ വേദന ഒരു പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മ മനസ്സിലെ വേദന കുഞ്ഞു പുറത്തു വന്ന് ജീവനോടെ കാണുന്നത് വരെ ഒരു പ്രസവ വേദനയുടെ അനുഭവമാണ് പൗലോസിനും അവരെ കുറിച്ചുള്ളത്. കാരണം അതുകൊണ്ടല്ലേ കൊരിന്ത്യരോട് നിങ്ങൾ ക്രിസ്തുവിന്റെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു ഭയപ്പാട് പൗലോസിനുണ്ട്. എന്തിനാ? നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധരും അനന്യരുമായ ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചതല്ലേ. പൗലോസിന് തന്നിലൂടെ ദൈവത്തിങ്കിലേക്ക് വന്നവരും അങ്ങനെ ആയിത്തീരണം എന്നൊരു മനസ്സിന് വലിയൊരു ഭാരമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കുക, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. അപ്പം ക്രിസ്തു ഉരുവാകുവോളോ എന്ന് പറയുമ്പോൾ മോർഫോ എന്ന വാക്കാണ്. അത് ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുക. ദൈവം, ഞാൻ പറഞ്ഞ പോലെ ദൈവം നമ്മളെ വിളിച്ചെന്താ? ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകുവാനാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. റോമർ 8:29 നമുക്ക് അറിയാമല്ലോ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെ കർത്താവ് വിളിച്ചത് നാം രക്ഷിക്കപ്പെട്ടല്ലേ ദൈവത്തിങ്കലേക്ക് വന്ന് ഈ ലോകത്തിൽ ഒരു 10, 60, 70, 80 വർഷം ജീവിക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം ക്രിസ്തു മുന്നറിഞ്ഞവരെ, നമ്മെ മുന്നറിഞ്ഞ ദൈവം നമ്മെ വിളിച്ച് മക്കളാക്കി തീർത്തത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകണം. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അതിൽ കഴിഞ്ഞ് വേറൊരു കാര്യവും ദൈവത്തിന് ഇല്ല.
അല്ലെ? നമുക്ക് ലോകത്തിൽ വേണ്ടുന്നതെല്ലാം ദൈവം തരുമെങ്കിലും പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം നാം അവനെ പോലെ നമ്മള് ഒന്ന് യോഹന്നാൻ 3:1 കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ കാണുന്ന ആ മഹത്വമുള്ള ശരീരത്തോട് കൂടെ ആയിരിക്കും. നമ്മൾ 2 കൊരിന്ത്യർ 3:18 മൂന്നാമത്തെ അധ്യായം അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. ഒരു മൂടുപടം ഉണ്ടായിരുന്നു നമുക്കല്ലേ? അപ്പൊ നമ്മൾ ആത്മാവിങ്കലേക്ക് അല്ലെ കർത്താവിന്റെ പുതിയ നിയമത്തിലേക്ക് പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന ആ മൂടുപടം മാറിയിട്ട്, ഹൃദയത്തിന്റെ മൂടുപടം മാറിയിട്ട് നാം ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തും. ആ ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പം പൗലോസിന്റെയും ആഗ്രഹം ഇത് തന്നെയാണ്. അപ്പം പൗലോസിന്റെ സുവിശേഷത്താൽ, എന്റെ പ്രസംഗത്താൽ എന്നൊക്കെ പറയത്തില്ലേ, എന്റെ പ്രസംഗത്താൽ ദൈവത്തെ അറിഞ്ഞവരും, പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗത്താൽ അല്ലെ കർത്താവിന്റെ വചനത്താൽ ദൈവത്തെ അറിഞ്ഞവരും അതുപോലെ ആയിത്തീരണം, ക്രിസ്തുവിൽ തിരഞ്ഞവരായി തീരണം എന്ന ഒരവസ്ഥയാണ്. പൗലോസ് പറഞ്ഞ എനിക്ക് സകല സഭകളെ കുറിച്ചും ചിന്താഭാരവും ഉണ്ടല്ലോ, ഒരു മനോവസനം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു സകല സഭകളെ കുറിച്ചുള്ള ഒരു ചിന്താഭാരം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ തന്റെ നമ്മള് കണ്ടു മിഷണറി യാത്രകൾ, താൻ 3 മിഷണറി യാത്രകൾ ചെയ്ത് താൻ പോയ സ്ഥലങ്ങളിൽ പിന്നെയും അവർക്ക് എഴുതപ്പെട്ട വചനങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ട് താൻ പോയ സ്ഥലങ്ങളിൽ പിന്നെയും താൻ യാത്ര ചെയ്ത് പിന്നെയും അവരെ ഉദ്ബോധിപ്പിക്കുകയും അവരെ ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും താൻ അവരോട് 3 പ്രാവശ്യം ഗലാത്യയിൽ പോയി നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവർ ആ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കണം. അപ്പം നമ്മളായിരിക്കുന്ന സ്ഥലത്തും നമുക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ ഒക്കെ സഭയിൽ അധികാരസ്ഥന്മാരെ ദൈവം വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ ഓരോ സുവിശേഷകനും എന്താ പറയുന്നേ, ഒരു വലിയൊരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ ഒരു സ്പിരിച്വൽ ജനറേഷൻ ഉണ്ടാകാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ? ആ സുവിശേഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരവസ്ഥ, അധ്വാനം വേണം. പൗലോസ് പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരെന്ന് പറയുന്നുണ്ട്. എവിടെയും സുവിശേഷം അറിയിക്കുന്നതിന് ഒരു ഫലം കാണണമെങ്കിൽ അതിനൊരു അധ്വാനം അതിന്റെ പിറകിൽ ഉണ്ട്. പൗലോസ് പറയുന്നുണ്ട് ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. പക്ഷേ ആരെങ്കിലും നടണം, ആരെങ്കിലും വെള്ളം ഒഴിക്കണം, എന്നാലേ സുവിശേഷം വളരത്തുള്ളൂ. നാം ചെയ്തില്ലെങ്കിൽ കർത്താവ് വേറെ ആരെങ്കിലും ഉപയോഗിക്കും. പക്ഷെ സുവിശേഷത്തിന് ഒരു അധ്വാനമുണ്ട്, ഒരു സ്പിരിച്വൽ ജനറേഷനും ഉണ്ട്. സാധാരണ സന്തതികൾ, നമ്മൾ ജാരസന്തതികളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഒരു ആത്മീക സന്തതി ജനിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവാനുഗ്രഹമായി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നമുക്കൊരു അധ്വാനമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വൽ ജനറേഷൻ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു അധ്വാനം ആവശ്യമാണ്. കർത്താവ് പറയുന്നത് ഈ എല്ലാ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിനും പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഒരു ചെറിയൊരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. 90% ആ ഒരു അനീതിക്ക് പുറകെ പോകുന്ന, ആ ഒരു സത്യത്തെ മറികടന്നിട്ട് അധർമ്മത്തിനും അനീതിക്കും പുറകെ പോകുന്നവരാ, ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അതുകൊണ്ട് ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ശേഷിപ്പിന്റെ പിറകിലും ദൈവത്തിന്റെ ഒരു അധ്വാനമുണ്ട് തന്റെ സുവിശേഷകന്മാരിലൂടെ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരും ഉപദേശകന്മാരും ഒക്കെ നിയമിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മിൽ ക്രിസ്തു വളരണം. വായിക്കാം, എഫേസ്യ ലേഖനം 4:11-18. നമ്മൾ കാണാതെ പറഞ്ഞൊക്കെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എപ്പോഴും സുവിശേഷത്തിന് വേണ്ടി ഒരു അധ്വാനവും പരിശ്രമവും അതുപോലെ തന്നെ ത്യാഗവും എല്ലാം ഉണ്ടാകും, രക്തച്ചൊരിച്ചിലും എല്ലാം ഉണ്ടാകും. അങ്ങനെ ആയാൽ മാത്രമേ, അനേകര രക്തത്താലാണ് ക്രിസ്തീയ രാജ്യം പണിയപ്പെടുന്നത് അല്ലേ? എത്രയോ ആൾക്കാർ ക്രിസ്തുവിന് വേണ്ടി വില കൊടുത്ത് തങ്ങളുടെ ജീവനെ തന്നെ അർപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ സത്യവചനം കേൾപ്പാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നത്. അത് നമ്മളിപ്പോഴും ആ സത്യവചനം കുറെയെങ്കിലും പോകാതെ
കുറെയെങ്കിലും സത്യം നിലനിൽക്കാൻ കാരണമായത് അനേകരുടെ ജീവന്റെ വിലയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്നും ജീവൻ കൊടുത്തിട്ടില്ല, പക്ഷെ അനേകരുടെ ജീവന്റെ വിലയാണ് നമ്മളൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് പോകാം. എഫെസ്യ ലേഖനം 4:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അതുകൊണ്ട് നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം വിദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണം. അതാണ് ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും എല്ലാം ഓരോ സഭകളിലും ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം വേലി തന്നെ വിളവ് തിന്നാൽ മറ്റുള്ളവരും സത്യസുവിശേഷം പ്രസംഗിക്കാതിരുന്ന മറ്റുള്ളവരും അസത്യത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കേൾത്ത വചനം നമ്മള് പത്യവചനത്തെ കേട്ട് ആ ക്രിസ്തുവിന്റെ തലയോളം നാം വളരണം. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. അതാണ് ഓരോ ശുശ്രൂഷകനും താൻ സുവിശേഷിക്കുന്ന അല്ലെങ്കിൽ തന്നിലൂടെ സുവിശേഷം കേട്ട് ദൈവത്തിലേക്ക് വളരുന്നവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയും, തന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താ? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവർ ആക്കുക. അപ്പൊ നാം സംസാരിക്കുന്ന നാം അല്ല, ക്രിസ്തുവാണ് ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണേണ്ടത്. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക. പല പ്രസംഗകരും പ്രസംഗിക്കുമ്പോൾ അവരെയാണ് കാണുന്നത്, അല്ലെ ലോകത്തെയാണ് കാണുന്നത്. അങ്ങനെയല്ല. തികഞ്ഞ സത്യവചനം പ്രസംഗിക്കുന്നവർ ദൈവത്തെ, ക്രിസ്തുവിനെ അവരുടെ പ്രസംഗത്തിൽ കാണുക. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്ന 2 കൊരിന്ത്യർ 4-ാം അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് കൊണ്ട് ദൈവത്തിന്റെ കരുണ ഞങ്ങൾക്ക് ശുശ്രൂഷ ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചും ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ എല്ലാ രഹസ്യങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ഞങ്ങൾ ഉപായങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല, ഞങ്ങൾ സത്യവചനത്തെ കൂട്ടിച്ചേർക്കുന്നത്. അതിന്റെ അർത്ഥം അവിടെ എല്ലാം അങ്ങനെ ചെയ്യുന്നവരാണ് കൂടുതൽ. അപ്പൊ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് ദൈവത്തിന്റെ കരുണയാലാണ്. പൗലോസ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഈ മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവരെ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഞെരുങ്ങിയൊന്നും ഇരിക്കുന്നില്ല, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞാൻ തളർന്നു പോകുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ ഉണ്ടാകേണ്ടതിനെ, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ മരണം നിരന്തരം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിൽ ഞങ്ങളുടെ അകമേയുള്ളവൻ താൾക്കുന്നോൾ പുതുക്കം പ്രാപിക്കുന്നു. എന്തിനാ ഒരു കഷ്ടതയിലൂടെ കടന്നു പോന്നിട്ട് എന്തിനാ? പറയുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായി നിത്യ തേജസ്സിന്റെ ആ വലിയ ഖനം ഞങ്ങളിൽ ഉളവാക്കുവാൻ കാരണമായി തീർന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ എത്രയോ ഞങ്ങൾ നോക്കി പാർക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യം. ആ പൗലോസൊക്കെ അനുഭവിച്ച ആ കഷ്ടത്തിനെ പറയുന്നത് നമ്മൾക്കറിയാം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ടോ? എന്തോ ഒരു കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും നദികളിലെ ആപത്ത്, കടലിലെ ആപത്ത്, സഹോദരന്മാരുടെ ആപത്ത്, സഭകളുടെ ഭാരം, അങ്ങനെയൊക്കെ കടന്നു പോയിട്ടും പൗലോസ് പറയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം
അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങൾ ഉളവാകുവാൻ ഇടയാക്കുന്നു. കാരണം അവരാ ഇപ്പോഴത്തെ കഷ്ടത്തെ അല്ല നോക്കുന്നത്, വരുവാനുള്ളൊരു തേജസ്സിനെ നോക്കുന്നത് കൊണ്ടാണ് അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിച്ച് പ്രകാശമുള്ളവരായി കാണുന്നത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ കഷ്ടം അനുഭവിച്ച് സുവിശേഷം അറിയിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം നമ്മളെ ആ വരും കാലത്തെ ആ ധനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ തേജസ്സിനെ കുറിച്ചോ ദൈവത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചോ സ്വർഗീയ കണ്ണുകളാൽ നമ്മൾ കാണുന്നതിനെ കുറിച്ചൊക്കെ നമ്മളെ കാണാതെ നമ്മളുടെ കണ്ണിനെ അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിട്ടാക്കിയിട്ട് നമ്മളെ ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് മാടി വിളിക്കുന്നത് കൊണ്ടാണ് നാം എല്ലാവരും അതിലേക്ക് പോകുന്നത്. പൗലോസ് അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ എല്ലാവരും നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലുള്ളത് തന്നെ ഉയരത്തിലുള്ളത് തന്നെ കാക്ഷിക്കണം, അത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുവിൻ. കാരണം ഈ ലോകത്തിലുള്ളതല്ല നമുക്ക് ആവശ്യം, സ്വർഗ്ഗലോകത്തിലുള്ളതാണ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 20-ാമത്തെ വാക്യം പൗലോസ് പറയുകയാണ്, ഞാന് നിങ്ങളോട് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദനപ്പെടുകയാണ്. എൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആവുക, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുക. ആ അത്യന്ത ഘനത്തിന് വേണ്ടി നിങ്ങൾ ആ നിത്യ തേജസ്സിന് വേണ്ടി നിങ്ങൾ ഒരുക്കുക. അതാണ് അവന്റെ സന്ധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. അവൻ വെളിപ്പെടുമ്പോൾ നാം അനിന്യരായി കർത്താവിന്റെ സന്ധിയിൽ കാണും. തെസ്സലോനിക്ക ലേഖനത്തിലെ പൗലോസ് അങ്ങനെ പറയുന്നത്, അവൻ വെളിപ്പെടുമ്പോൾ അനിന്യരായി നാം അവന് മുമ്പിൽ വെളിപ്പെടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഗലാത്യരെ കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത്. അവര് ആ ദൈവത്തെ അറിഞ്ഞു വന്നപ്പോൾ വലിയൊരു മഹാസന്തോഷം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ വചനം അതുപോലെ അവർ കേട്ടു, വിശ്വസിച്ചു, അതുപോലെ അവരിൽ അത് വ്യാപരിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ നിന്ദയും കഷ്ടവും എന്താ പറയുന്ന ലജ്ജയൊക്കെ ഉണ്ടാകാവുന്ന ഒരു അനുഭവം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു ദൈവദൂതനെ പോലെ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് അവരെ ഇപ്പോഴെന്തോ ചെയ്യുന്നത്, ആ സത്യത്തിൽ നിന്ന് മാറിയിട്ട് സത്യത്തിലേക്ക് നടത്തിയ പൗലോസ് അപ്പോസ്തലനെ ശത്രുവായി കാണുന്നു. അതുകൊണ്ട് പൗലോസ് പറയാം, വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദനപ്പെടുകയാണ്. ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ ആ ആ ശില്പി മനസ്സിലുള്ള ആ രൂപം വെളിയിൽ വരുന്നത് പോലെ, അത് കംപ്ലീറ്റ് ആയി തീരുന്നത് പോലെ അദ്ദേഹം എത്ര മനോവേദനപ്പെടുന്നു, അതിന് മനോവേദനയാണ് പൗലോസ്. ക്രിസ്തു നിങ്ങൾ ഉളവാകണം, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, ക്രിസ്തുവിന് അനുരൂപമായി തീരണം. ഓക്കെ, 20-ാമത്തെ വാക്യം ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. അപ്പം 2 കാര്യങ്ങളാണ് പൗലോസ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവരുടെ അടുക്കലായിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഗലാത്യയിലെ 3 തവണ അവിടെ പോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മറ്റ് ലേഖനങ്ങൾക്കൊക്കെ വിപരീതമായാണ് ഗലാത്യ ലേഖനം എഴുതുന്നത് അല്ലേ. അവരെ കുറിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നോ സ്തോത്രം ചെയ്യുന്നോ ഒന്നും പറയാതെ നേരെ കാര്യത്തിലേക്ക് കടക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം വിട്ട് അവർ ഇത്ര പെട്ടത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറഞ്ഞു പോയതുകൊണ്ട് പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ അടുക്കല് ഇരുന്ന് എപ്പോഴും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. രണ്ടാമത് പറയുന്നത് എന്തുവാ, എന്റെ ശബ്ദം മാറ്റുവാൻ കഴിയുമായിരുന്നു എങ്കിൽ. അപ്പം ഒന്ന് അവരുടെ അടുക്കൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, 2 എന്റെ ശബ്ദം മാറ്റി എന്ന് പറഞ്ഞാല് അവര് പൗലോസ് അവരുടെ അടുക്കൽ ആയിരുന്നെങ്കിൽ ചിലപ്പം പൗലോസിന് ഇങ്ങനെ സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നു അല്ലേ. ആ പൗലോസ് അവരെ ക്രിസ്തുവിൽ വളരുന്നവരാക്കി, അല്ലെങ്കിൽ ആത്മീയ വർധന വരുത്തുന്നവരെ അവരെ ഉപദേശിച്ചുകൊണ്ടേ ഇരുന്നേനും. പക്ഷെ പൗലോസ് ഇപ്പൊ അവിടുന്ന് അങ്ങോട്ട് വിട്ടു മാറിയപ്പോഴത്തേക്ക് എന്തോ പറ്റിയത്, അവര് വേറൊരു സുവിശേഷത്തിലേക്കും ജുഡായിസേഴ്സിന്റെ അണ്ടറിലും അവരുടെ ആ വലയത്തിലുമായി പോകാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ വിട്ടു മാറിയപ്പോൾ നിങ്ങൾ സത്യസുവിശേഷത്തിൽ മാറിപ്പോയി. ഞാൻ ആഗ്രഹിക്കുക, ഞാൻ നിങ്ങളോട് കൂടെ എപ്പോഴും ആയിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്നൊക്കെ അന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുന്ന ഒരവസ്ഥ, അവർ നമ്മളെ അറിയാത്ത അവസ്ഥ നമുക്ക് എത്ര ഉണ്ടായിരിക്കും. അതേ അവസ്ഥയാ പൗലോസ് ഇവിടെയും പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളെ സുവിശേഷം അറിയിച്ചു, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷം അനുഭവിച്ചവരാണ്. പക്ഷെ നിങ്ങളിപ്പം വേറൊരു സുവിശേഷത്തിലേക്ക് മാറി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് നിങ്ങളോട് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുന്നത്. അപ്പം ചിലപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചിലപ്പം കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് ലളിതമായിട്ട് അവരോട് പറയുവാനായിട്ട് കഴിയായിരിക്കും. ഇപ്പൊ ഹാർഷായിട്ടാണ് പൗലോസ് എഴുതുന്നത്. കാരണം ലെറ്റേഴ്സിന്
അതിൻ്റെതായ പരിമിതികളുണ്ട്. നമുക്ക് ഇന്നൊരു വോയിസ് മെയിൽ ഇടാം. നമ്മുടെ ആ നമ്മുടെ മനോവിഷങ്ങളും വിഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വോയിസ് മെയിൽ ഇടാം അല്ലേ? അതിപ്പോ നമ്മുടെ മനോവിഷങ്ങൾ അതുപോലെ അവർക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അവർക്കൊന്നും ഇല്ലായിരുന്നു. ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ നാളുകൾക്ക് ശേഷം അവർക്ക് കിട്ടുന്നത് തന്നെ. അങ്ങനെ അതുകൊണ്ട് പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം ഒന്ന് മാറ്റുവാണേ അറിയാം. അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാനിപ്പം വിഷമിക്കുന്നു. അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ആ ഒരു യഥാർത്ഥ ശുശ്രൂഷന്റെ മനോവേദനയാണ് ഇവിടെ കാണുന്നത്. അവര് ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അവർക്ക് ആ ഒരു മനോവേദന ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് പൗലോസ് പറയുന്നത്, ഞാൻ ഒന്ന് ശബ്ദം മാറ്റിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ 21-ാമത്തെ വാക്യം മുതൽ കാണുമ്പോൾ നമ്മൾ പൗലോസ് ശബ്ദം മാറ്റുന്ന അവസ്ഥയാണ്, ഇച്ചിരി ഹാർഷായിട്ട് സംസാരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മള് 21-ാമത്തെ വാക്യം എനിക്കറിയത്തില്ല, ഞാൻ 21, 22 കൂടെ 21-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ചിലപ്പം 22-ൽ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. 21. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഒരു 21 മുതലുള്ള വാക്യങ്ങളിൽ അലോഗറിക്കലായിട്ട് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ആ അബ്രഹാമിന്റെ ആ ഉദാഹരണത്തിലൂടെ പൗലോസ് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിന്റെ ഒരു സത്യം അവർക്ക് മനസ്സിലാകുവാൻ പഴയ നിയമത്തിന്റെ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ യഥാർത്ഥ സംഭവത്തെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നു. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണത്തെ എടുത്തിട്ട് അത് പുതിയ നിയമത്തിലെ ഒരു സത്യം വെളിപ്പെടുത്താനായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ, അതിനാണ് അലോഗറിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ ദൃഷ്ടാന്തത്തിലൂടെ അവർക്ക് ആ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ നമ്മൾ വാഗ്ദത്ത സന്തതികളാകുന്ന, അല്ലെ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതികളാകുന്ന എന്നുള്ള ആ ഒരു സത്യമാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. 21-ാമത്തെ വാക്യം 21. 4:21. ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കയില്ലയോ എന്നോട് പറവീൻ. ഇവിടെ പൗലോസ് ഇവരോട് പറയുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞ അലോഗറിക്കലായിട്ടാണ് എഴുതിയിരിക്കുന്നത്, 4 കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിനകത്ത് 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് സ്വതന്ത്രയായ ഒരു സ്ത്രീയും, രണ്ടാമത്തത് അടിമയായ ഒരു സ്ത്രീയും. ആ സ്വതന്ത്ര സാറയാണ് സ്വതന്ത്രയെ സൂചിപ്പിക്കുന്നത്, ഹാഗാറാണ് അടിമയായ സ്ത്രീ. അപ്പൊ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി. അതുപോലെ തന്നെ 2 ചിൽഡ്രനെ കാണിക്കുന്നുണ്ട്. ഒന്ന് ജഡപ്രകാരമുണ്ടായ ഇശ്മായേലും, അതുപോലെ തന്നെ രണ്ടാമത്തത് വാഗ്ദത്ത പ്രകാരമുണ്ടായ ഇസഹാക്കും. അതുപോലെ തന്നെ 2 ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ ലോകം, ഈ ഭൂമി അല്ലെങ്കിൽ ഇപ്പോഴത്തെ യെരുശലേം, രണ്ടാമത് സ്വർഗീയ യെരുശലേം, മീതെയുള്ള യെരുശലേം എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ കാണുന്ന അടുത്ത കോൺട്രാസ്റ്റ് ആണ് ന്യായപ്രമാണത്തിലൂടെ വന്ന അധികം സന്തതി എന്ന് പറയുന്നുണ്ട്. അതിന് ക്രിസ്തുവിലൂടെ വന്നവർ മെനി മോർ ആൻഡ് മെനി മോർ, അധികം ഉള്ളവർ എന്ന് പറയുന്നുണ്ട്. അപ്പം ന്യായപ്രമാണത്തിലൂടെ വന്നവരെക്കാൾ അധികമാണ് ക്രിസ്തുവിലൂടെ വന്നവർ എന്ന് കാണിക്കുന്നത്. അപ്പം 4 കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ, അവരെ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവര്. അപ്പം അത് ആരോടൊക്കെയാണ് പറയുന്നത്? യഹൂദ മതാനുസാരികളോടും, അതുപോലെ തന്നെ വിശ്വാസത്തിലേക്ക് വന്ന ഇവര് തെറ്റിപ്പോയവരോടും. കാരണം വിശ്വസിച്ചവര് തെറ്റിപ്പോയി, വീണ്ടും അവർക്ക് അടിമകളായി പോകുന്ന അവരോടും പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന് അവര് ചിന്തിക്കുന്ന ഒരവസ്ഥ. കാരണം ഇവര് യഹൂദ മതാനുസാരികൾ ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരുന്നിട്ട് ന്യായപ്രമാണത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കൂ എന്ന് വിചാരിക്കുന്നവരാണ്, അല്ലെ? അങ്ങനെ അവര് വിചാരിക്കുന്ന, അവർ പ്രവൃത്തിയാൽ ആശ്വാസം, സന്തോഷം കണ്ടെത്തുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന വ്യാമോഹത്തിലിരിക്കുന്നവര് ഇവരെയും അവരുടെ വലയത്തിലേക്ക് ആക്കിത്തീരുകയാണ്. അക്കമിട്ട് എഴുതിയിരുന്ന ചില കൽപ്പനകള് അതിലെ കുറച്ച് അനുസരിക്കുമ്പോൾ
ദൈവത്തോട് സ്നേഹം, കുറെ കൂടെ അനുസരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ സ്നേഹം എന്ന് കാണിക്കുന്ന ഒരവസ്ഥ. കാരണം ദ മോർ യു ഡു യു വിൽ ബി ഗുഡ്. ആ ഒരവസ്ഥ കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ നല്ലതായി തീരുമെന്ന അവസ്ഥയല്ല ന്യായപ്രമാണം എന്ന് പറയുന്നത്. 613 ചെറുതും വലുതുമായ കൽപ്പനകൾ ഉണ്ടെങ്കിലും അത് ഒന്ന് തെറ്റിച്ച് കളഞ്ഞാൽ എല്ലാത്തിലും തെറ്റി. പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഞാൻ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക. ഞാൻ ഒന്ന് ചെയ്തു കഴിയുമ്പോൾ അത് ഞാൻ നല്ലതായി. അപ്പൊ 2 ചെയ്താൽ കൂടുതൽ നല്ലത്. അതുകൊണ്ടല്ലേ പരീശന്റെയും നമ്മളെ ചുങ്കക്കാരുടെയും പ്രാർത്ഥന കാണിക്കുന്നില്ലേ? പരീശൻ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? കർത്താവേ, ദൈവമേ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാകിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കാരണം ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പതാരം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഇവൻ ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചുങ്കക്കാരൻ എന്തോ പറഞ്ഞു? കർത്താവേ, ഞാൻ പാപിയാകുന്നു അല്ലെ? ആ ഒരു മനസ്സില്ല. കാരണം പരീശന്മാർ അങ്ങനെയാ. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ദൈവത്തിന്റെ പ്രസാദം കിട്ടും. അപ്പൊ മറ്റുള്ളവരെ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമെന്ന വ്യാമോഹവും അതുപോലെ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന അവസ്ഥയിലൂടെ. കാരണം ഞാൻ കൂടുതൽ ചെയ്യുമ്പോൾ ഞാനാ അല്ലെ? നമ്മൾ ജോലിയിലാണെങ്കിലും കൂടുതൽ ടാസ്ക് ചെയ്യുന്നവരല്ലേ നല്ലവരെന്നെല്ലാവരും പറയുന്നത്. ആ അവസ്ഥ തന്നെ. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ നല്ലവനാ. അങ്ങനെയുള്ള ചിന്ത. ആ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ള ക്രെഡിറ്റ് തന്റെ പ്രവൃത്തിയാലാണ് എന്ന് ചിന്തിക്കുന്നവരാണ് പരീശന്മാർ. അപ്പൊ അവരെ വിളിക്കുകയാണ് ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നവരെ, അല്ലെ യഹൂദ മതാനുസാരികളെ, അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളും അതുപോലെ അവരുടെ വലയത്തിലായ ഇപ്പോഴത്തെ ഗലാത്യയിലെ വിശ്വാസികൾ, അവരെ രണ്ടുപേരെയും വിളിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നവരാണ്. അവരുടെ വിശ്വാസമാണ്, അവരുടെ രക്ഷയുടെ ക്രെഡിറ്റ് അവർ തന്നെയാണ്. കാരണം അവരുടെ പ്രവൃത്തികളാണ് അവർ നീതീകരിക്കപ്പെടുന്നത്. പക്ഷേ പൗലോസ് പറയുക, അത് നിങ്ങൾ പറയുന്നില്ല, ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ല, എന്നോട് പറവീൻ. നിങ്ങൾ ഇതെല്ലാം വായിക്കുന്നില്ല, ന്യായപ്രമാണത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തീമോഥെയോസ് ഈ ന്യായപ്രമാണം കേട്ടിട്ട് രക്ഷയിലേക്ക് വന്നത് എന്തേ? പക്ഷെ ഇവർക്കെല്ലാം അർത്ഥം അറിയാതെ അവർ കുറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അതിലൂടെ നീതി ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവും പരീശന്മാരോട് പറഞ്ഞ 1-2 എക്സാമ്പിൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. മത്തായി 21:42. മത്തായി 21:42. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടല്ലേ? അതാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാന്. പക്ഷെ അവർക്ക് കണ്ണു തുറന്നിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുപോലെ മത്തായി 22:29. അതിന് യേശു ഉത്തരം 22:29. അതിന് യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവശക്തി അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇത് എഴുതിയിട്ടില്ലയോ? നിങ്ങൾക്ക് ഇത് അറിയത്തില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവര് എന്തോ ചെയ്യുന്നത്? ഇവര് ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആശ്രയിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൽ നീതി ലഭിക്കും, അതുപോലെ തന്നെ ദൈവത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നവരാ. അവരോട് ചോദിക്കുക, ന്യായപ്രമാണത്തിൽ കീഴിലിരിക്കാൻ നിങ്ങൾ ഇപ്പോഴും ഇച്ഛിക്കുന്നവരല്ലേ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലയോ? നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടില്ലയോ? പക്ഷെ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുമ്പോൾ സ്വന്തം പ്രവൃത്തികൾ അവർ നീതീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പൊ അവരാണ് വലുതല്ലേ? ഞാൻ ചെയ്യുമ്പോൾ ഞാനാണ് വലുത്. പക്ഷെ ക്രിസ്തുവിൽ വരുമ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ക്രിസ്തുവിന്റെ നീതി എന്നെ അടുക്കും. നമ്മൾ പറയത്തില്ലേ, അത്തീല ഉടുത്തേക്കുന്ന അത്തീല, കാരണം നമ്മുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി അത്തീല ഉടുത്തിരിക്കുക, നമ്മുടെ ഓരോ സംസ്കാരങ്ങൾ കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ന്യായപ്രമാണം എന്ന അത്തീല അവർ ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ക്രിസ്തുവിന്റെ സമയത്തേക്ക് വരുമ്പോഴേ നമുക്ക് എന്തോ ചെയ്യുന്നത്? ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിട്ട് കർത്താവിന്റെ നീതിയാൽ നമ്മെ നീതി വസ്ത്രം ധരിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്കൊന്നും കാര്യമില്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. നമുക്കിനി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആശ്രയിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്ന ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്ന എന്നോട് പറവീൻ. എന്നിട്ട് പൗലോസ് ശബ്ദം മാറ്റിയാണ് അടുത്ത വാക്യത്തിൽ മുതൽ അബ്രഹാമിന്റെ ദൃഷ്ടാന്തം ിലൂടെ പറഞ്ഞിട്ട് അവരോട് ആ നിയമങ്ങള് 2 നിയമങ്ങളാണെന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അവരോട് പറയാം, നിങ്ങളും ആ രീതിയിലാണ് ദൈവത്തിങ്കിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് പഴയതിലേക്ക് മാറിപ്പോയി. അടിമത്തത്തിലായിരുന്നു, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൽ വീണ്ടും പഴയതിലേക്ക് പോയി. പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ ഒരുപാട് ഞാൻ പ്രസവേദനപ്പെടുന്നു. അപ്പൊ ഓരോ സുവിശേഷകന്റെയും ഹൃദയ വാഞ്ച ക്രിസ്തു അവരെ ജനിക്കണം. ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാം
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആജാതനാകേണ്ട അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളുടെയും പ്രത്യാശ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപമാണ്. നമ്മോട് ഇവിടെ നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. ഓരോ ദിവസവും നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെയും നമ്മൾ ഒരുപടിയായി കർത്താവിന്റെ ആ സ്വരൂപത്തോട് അനുരൂപമാകാൻ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നാം ഒരുക്കണം നമ്മെ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവിനും ദൈവത്തിന്റെ ആത്മാവിനും ദൈവവചനത്തിനും ആശ്രയിച്ച് നാം മുൻപോട്ട് പോവുക. ദൈവം നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്